അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കുത്തിരിക്കുക. എന്ത് പറ്റി? ആ കാഷ്വാലിറ്റി ഉള്ള പടം നിങ്ങൾ കാണുന്നില്ല? ഞാനതിന് ഇവിടെ അല്ലേ, എന്താ പ്രശ്നം എന്ന് പറ. ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. ഞാൻ മുനീറിന്റെ ഓളയും കൊണ്ടുവന്നാ. മുനീറിന്റെ ഓളോ? ആ ഞാനന്ന് പറഞ്ഞിന് എൻ്റെ ചങ്ങാഴ്ചി കോഴി ഫാം നടത്തണ മുനീറിന്റെ ഓള്. ആ എന്താ അറിയോ, ഓള് മുനീറും കൂടി കുറി നടത്തലുണ്ട്. പിന്നെ കുറിപ്പൈസ ഓള് പിന്നെ മറ്റേ മെഷീനില്ലേ CDM അതിലിടാൻ വേണ്ടി പോയി. മുനീറിനൊന്നും കൂട്ടാതെ പോയി. ഓനെ കൂട്ടി ഓൻ ചിലപ്പോൾ വാങ്ങും. അപ്പോൾ ഒറ്റക്ക് പോയി. അപ്പൊ 2 ചെക്കന്മാര് വന്ന് ചോദിച്ചു, താത്ത നിങ്ങൾ അക്കൗണ്ടിൽ ഇടാനാണോ ചോദിച്ചു. അറിഞ്ഞ് നിങ്ങൾ ഏതായാലും ഇടാനല്ലേ, ഞങ്ങൾ ഗൂഗിൾ പേ വഴി ഇടാം. അവളെ കൊടുത്ത് ആയിട്ട് നല്ലക്ക് അക്കൗണ്ടിൽ ആരോടെ വിളിച്ചറിഞ്ഞ് അടിപ്പിച്ച് ഒക്കെ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് മുനീറും ഓളും കൂടി ഹോട്ടലിൽ കയറി. എന്നിട്ട് പൈസ എടുക്കാൻ നോക്കിയപ്പോൾ ഓളെ അക്കൗണ്ടിൽ പൈസ ഇല്ല, 0. അപ്പോഴാണ് ഓളിങ്ങനെ മെസ്സേജ് നോക്കിയത്. അപ്പം അതിലുണ്ട് കുറച്ച് പൈസ ഓൾത് ഹോൾഡ് ചെയ്ത് വെച്ച് ബാങ്കുകാർ പിടിച്ച് സൈബർ പിടിച്ച് വെച്ചിന്ന്. അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി മാനേജർ അടുത്ത് പോയി. അപ്പം മാനേജർ പറഞ്ഞേ നിങ്ങൾ അക്കൗണ്ടിൽ കള്ളപ്പണം കയറിയെന്ന്. ഓളെ അന്തം വിട്ട് അക്കൗണ്ടിൽ കള്ളപ്പണോ? അപ്പോൾ മാനേജർ ഓളെ മൊബൈൽ എടുത്ത് കാണിച്ചു കൊടുത്ത്, ഈ പൈസ നിങ്ങൾക്ക് ആരാ ഇട്ടെന്ന്? ഓല് കള്ളപ്പണാണ് അയച്ചത്, ശരിയായ പൈസ അല്ല. എന്നിട്ട് ഇപ്പൊ ഓൾക്ക് എന്ത് പറ്റി? പെരയിലെത്തി മുനീറിനോട് ഇത് പറഞ്ഞ്. മുനീർ പാറ്റ കലമ്പല് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ വിടുക. ഇജ്ജ് പണ്ടേ അങ്ങനെ തന്നെ, ഞാൻ എന്തെങ്കിലും പൈസ ഒന്ന് തിരിയാൻ ചോദിച്ചാൽ എൻ്റെ ഉണ്ടാവില്ലല്ലോ. ചെക്കന്മാർ ചോദിച്ചപ്പോൾ ഇതിനോട് കൊടുത്തത് എന്ത് കണ്ടിട്ട് കൊടുത്തത് അജി എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്തറിഞ്ഞു. ഓളാടെ ബോധം കെട്ട്. എനിക്കിത് കേട്ടിട്ട് ചിരിയാ വരുന്നേ. എന്നിട്ട് ഇപ്പൊ അവള് ബോധം കെട്ട് കിടക്ക അവിടെ? ബോധം കെട്ട് കിടക്കുക. അല്ല എത്ര നീ അജിട്ട് ഒരാളെ ചീത്ത വെക്കുക? നിങ്ങളെ ഫ്രണ്ടാണ് മുനീറിന്റെ ഓള്? അപ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഒക്കെ അങ്ങനെ പോയി കിട്ടി. ഇനിയിപ്പോ ആ ചെക്കന്മാരിട്ട എത്ര പൈസ ഉണ്ടോ അതൊക്കെ തന്നെ സൈബർ സെല്ല് പിടിച്ചു വെക്കും. ഒന്നും നമ്മൾ അറിയാത്ത 2 ചെക്കന്മാർ വന്നിട്ട് പൈസ താത്തേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് അങ്ങ് പൈസ കൊടുക്കല. ശരിക്കും ഞാൻ ചിരിച്ചു പോയെങ്കിൽ ഇത് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ്. എന്താണെന്നറിയോ, കള്ളപ്പണം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ കള്ളപ്പണം ഏത് മാർഗം വരുന്നുണ്ടെന്നറിയോ? ഒന്ന് ഡ്രഗ്സ്, അല്ലെങ്കിൽ രാജ്യദ്രോഹം, പിന്നെ ഹവാല, തീവ്രവാദം, ഇങ്ങനെ പല രീതിയിലും കള്ളപ്പണം ഉപയോഗിക്കപ്പെടാം. അപ്പം ഇപ്പോൾ ഈ മുനീറിൻ്റെ ഓൾ എന്തായി? ഇതിലെവിടെയോ ഒരു കണ്ണിയായി. 1 സെക്കൻഡ് ആലോചിച്ചാൽ മതിയായിരുന്നു, 1 സെക്കൻഡ്. ഇതാർക്കും സംഭവിക്കാം. ഇന്ന് മുനീറിൻ്റെ ഓൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കും സംഭവിക്കാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. എവിടെ ചെന്ന് പെടുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല.